നമസ്കാരം, ബെറ്റർ ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. പ്രതിഷേധങ്ങൾക്ക് ഫലം കണ്ടു. പരന്നേക്കാട് അറവുശാലയ്ക്ക് പൂട്ടുവീണു. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട അറവുശാലയാണ് ഇന്ന് രാവിലെ തുറന്നത്. അറവിനായി എത്തിയവരെ നാട്ടുകാർ തടഞ്ഞു. തുടർന്നാണ് ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികളുമായി ചർച്ച നടത്തി അറവുശാല അടച്ചുപൂട്ടിയത്. മയൂരി ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, താഴെപ്പാലം, തിരൂർ. തിരൂർ നഗരസഭയിലെ പരന്നേക്കാട് അറവുശാലയാണ് നഗരസഭാ അധികൃതർ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അടച്ചുപൂട്ടിയത്. ഇന്ന് രാവിലെയോടെ അറവുശാലയിലെത്തിയവരെ നാട്ടുകാർ തടഞ്ഞിരുന്നു. തുടർന്ന് പോലീസ് എത്തിയാണ് അറവിനായി എത്തിയവരെ തിരിച്ചയച്ചത്. തുടർന്നാണ് നഗരസഭാ ചെയർപേഴ്സൺ AP നസീമയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും പ്രദേശവാസികളുമായി ചർച്ച നടത്തിയത്. അറവുശാല നമുക്കറിയാം, കാലങ്ങളായിട്ട് പ്രവർത്തിച്ചു വന്നിരുന്നതാണ്. പ്രദേശവാസികളുടെ അവരുടെ പ്രശ്നം കണക്കിലെടുത്തുകൊണ്ട് പിന്നെ നമ്മൾ ആധുനിക രീതിയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അറവുശാല, കേരളത്തിലാകെ 2 സ്ഥലത്താണ് ആധുനിക രീതിയിൽ നിർമ്മിക്കുന്ന അറവുശാല നടപ്പിലാക്കുന്നത്. ഒന്ന് നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയും ഒന്ന് തിരൂർ മുനിസിപ്പാലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ നിർമ്മാണത്തിൽ കുറച്ചൊരു മെല്ലപ്പോക്കുണ്ട്. പക്ഷേ മറ്റു കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടുണ്ടാക്കുന്നതാകുമ്പോഴുള്ള സാങ്കേതിക പ്രയാസങ്ങളാണ്. എന്നിരുന്നാലും അതിൻ്റെ ഒരു പ്രവൃത്തി ഒരു 80% പൂർത്തീകരിച്ചിട്ടുണ്ട്. കുറേ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അതൊക്കെ വൈകാതെ തന്നെ അത് ഞങ്ങൾ വളരെ കാര്യമായി ഇടപെട്ട് അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതാണ്. അതോടൊപ്പം നമ്മുടെ നാട്ടുകാരുടെ പരാതി മാനിച്ചുകൊണ്ട് നാട്ടുകാർ വളരെയധികം പ്രയാസത്തിലാണ്. അപ്പോൾ അവരെയും കുറ്റം പറയാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ സമീപ പ്രദേശത്തുള്ള കുടിവെള്ളങ്ങൾക്കൊക്കെ പ്രയാസമുണ്ടെന്ന് അറിയിക്കുകയും അതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഫലമായി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഈ ഒരു പ്രവൃത്തി താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടല്ലാതെ നമുക്ക് വീണ്ടും അറവ് അനുവദിക്കാൻ കഴിയില്ല. കാരണം വൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ അറവ് നടത്തുകയും അത് നാട്ടുകാർക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നഗരസഭ ഒന്ന് പരിശോധിച്ച് എല്ലാവരുടെയും മീറ്റിങ്ങുകളൊക്കെ വിളിച്ച് ചേർത്ത് ആ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോയിട്ടേ മാത്രമേ ഇനി ഇത് തുറക്കുള്ളൂ. തൊട്ടടുത്ത ദിവസം തന്നെ പണി ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നോക്കുന്നുണ്ട്. അങ്ങനെ തികച്ചും ജനങ്ങളോടും ഇവിടെയുള്ള ഓരോരുത്തരോടും സൗഹൃദപരമായിട്ട് മാത്രമേ ഈ ഒരു അറവുശാലയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ പൂർത്തീകരിക്കുകയുള്ളൂ. എന്തായാലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നിയമം അനുസരിച്ച് അവർ നിർദ്ദേശിച്ച പ്രകാരം ഇന്ന് ഞങ്ങൾ അറവുശാല പൂട്ടിയിട്ടുണ്ട്. ബാക്കി തുടർ കാര്യങ്ങൾ ഇനി പിന്നീട് ആലോചിച്ച് തീരുമാനിക്കും. ആധുനിക രീതിയിൽ പ്രവർത്തിപ്പിക്കാവുന്ന രീതിയിൽ നിർമ്മിക്കുന്ന അറവുശാലയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് ഇവിടെ നടന്നുവരുന്നതെന്നും 80% പൂർത്തിയായെന്നും പ്രദേശവാസികളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് പുനഃപരിശോധന നടത്തി ഉചിതമായ തീരുമാനം എടുക്കും വരെ അറവുശാല അടച്ചുപൂട്ടുകയാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. അതേസമയം സമരം വിജയം കണ്ടതിന്റെ ആഹ്ലാദത്തിലാണ് പ്രദേശവാസികൾ. ഈ അറവുശാലയുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യമായിട്ട് പറയാനുള്ളത്, ഇത് ജനങ്ങളെ ഈ പരന്നേങ്കാട് പ്രദേശവാസികളുടെ ഏറ്റവും വലിയ ഒരു ജനകീയ സമരത്തിന്റെ വിജയമായിട്ടാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. കാരണം വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അറവുശാല തന്നെയാണിത്. അടുത്ത കാലത്തായിട്ട് വളരെ ശോചനീയമായ അവസ്ഥയിൽ ഈ അറവുശാല മുന്നോട്ട് പോയതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള ജനകീയമായിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മുനിസിപ്പൽ അധികൃതർക്കും ഉദ്യോഗസ്ഥ ലെവലിലൊക്കെ പരാതി കൊടുത്തിട്ട് ഇതിനോട് തീർത്തും കണ്ണടച്ച നിലയിലായിരുന്നു അവരുടെ പ്രവർത്തനം. അതിനെതിരായിട്ട് ഞങ്ങളെ കൂട്ടായ്മ തന്നെ കൂടിയിട്ട് ജില്ലാ കലക്ടർക്കും സംസ്ഥാന പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇന്നിത് പൂട്ടാൻ സാഹചര്യം ഉണ്ടായത്. ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇവർക്ക് നോട്ടീസ് കൊടുത്തിട്ട് ഏകദേശം 4-5 ദിവസമായിട്ടും ഇന്നത്തെ ദിവസം വരെ ഇവര് ഇതിന് വേണ്ട ശക്തമായ നടപടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇന്നലെ പോലീസിന് വിവരം അറിയിച്ച് പോലീസ് രാവിലെ വന്നിട്ട് അറവ് തടയണമെന്ന് ആവശ്യപ്പെട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനായ ശ്രീമതി നസീമ ചെയർപേഴ്സൺ വന്നിട്ട് അവിടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ പൂട്ടുകയുണ്ടായത്. ഇതിൽ ഉദ്യോഗസ്ഥ ലെവലിൽ വളരെയധികം ഞങ്ങളോട് മെല്ലപ്പോക്ക് നടപടി ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാതെ ഒരിക്കലും ഇത് മുന്നോട്ട് പോകാൻ ഞങ്ങൾ നാട്ടുകാർ സമ്മതിക്കില്ല എന്ന് ഇവർ അറിയിക്കുകയാണ്. അത് നമ്മുടെ നാട്ടുകാരുടെ വിജയമാണ്. 100% ഞങ്ങൾ നാട്ടുകാരെല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. അത് നാട്ടുകാരുടെ ഒരു വിജയമാണെന്ന് ഞങ്ങൾ പറയുള്ളൂ. ഇതിവിടെ കുടിവെള്ളം ഞങ്ങൾ കുടിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് എല്ലാവരും ഞങ്ങൾ ചാനലിലെ എല്ലാ പത്രക്കാരും എല്ലാവരും ഞങ്ങളോട് സഹകരിച്ചത്, ഈ സഹകരണം എപ്പോഴും ഈ നാട്ടുകാരായ ഞങ്ങൾ എപ്പോഴും എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയണം. അറവുശാല അടച്ചുപൂട്ടുന്നതിനായി കൂടെ നിന്ന നാട്ടുകാർക്ക് സമരസമിതി അംഗങ്ങളായ ജൌഹർ C, നൌഷാദ് പരന്നേക്കാട്, ഉനൈസ് VP, ഹുസൈൻ K, മജീദ് PK, ഫൈസൽ അമ്മേങ്ങര എന്നിവരുടെ നേതൃത്വത്തിൽ നന്ദി പറഞ്ഞു. ബെറ്റർ ന്യൂസ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.